ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 23-ാം ദിനമായ ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിലെ ആശ്വാസകരമായ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈശോയുടെ ഈ വാക്കുകൾ അവിടുത്തെ കുരിശുമരണത്തിന്റെ തലേ രാത്രിയിൽ അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. അവരുടെ ഹൃദയങ്ങൾ ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു സമയം. എന്നിരുന്നാലും തന്നിൽ ആശ്രയിക്കാനും അസ്വസ്ഥരാകാതിരിക്കാനും അവിടുന്ന് അവരോട് പറഞ്ഞു. പ്രയാസകരമായ സമയങ്ങളിൽ നമുക്കെങ്ങനെ സമാധാനം കണ്ടെത്താനാകും? ഭയത്തെ നമുക്കെങ്ങനെ സമീപിക്കാം? നമുക്ക് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിനർത്ഥം ജീവിതം അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ പോലും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക എന്നതാണ്. നമുക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അറിയുക. ജീവിതം അതിരു കടന്നതായി തോന്നുമ്പോൾ പോലും ഭയത്തേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുക. ഉത്കണ്ഠ ഉപേക്ഷിച്ച് ഈശോയുടെ സമാധാനം മുറുകെ പിടിക്കുക. നമ്മൾ ഈശോയിൽ ആശ്രയിക്കുമ്പോൾ ഉത്കണ്ഠ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ അനുവദിക്കുകയില്ല. പകരം അവിടുത്തെ സ്നേഹത്തിലും വാഗ്ദാനങ്ങളിലും നാം നമ്മെ തന്നെ നങ്കൂരമിടുന്നു. കഷ്ടകാലങ്ങളിൽ വിശ്വാസം, ജീവിതം പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഈശോ നമ്മോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകാൻ അനുവദിക്കരുത്. അതിനർത്ഥം നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഉത്കണ്ഠ നമ്മെ വിഴുങ്ങാൻ അനുവദിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിയുക. വിശ്വാസം എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് എന്നറിയുന്നതാണ്. വിശ്വാസം എന്നാൽ ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അത് നമുക്ക് കാണാൻ കഴിയാത്തപ്പോൾ പോലും. വിശ്വാസം എന്നത് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് പകരം അവന്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുക എന്നതാണ്. ഇന്ന് ഒരു വിഷമം തോന്നുന്നുവെങ്കിൽ ഇതോർക്കുക, ദൈവം നമ്മെ കാണുന്നു, അവിടുന്ന് നമ്മെ കേൾക്കുന്നു, നമ്മുടെ കൈകളിൽ ദൈവം പിടിച്ചിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, യേശു എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്നത്? ഈശോ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് അത് പ്രദാനം ചെയ്യുന്നു. ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് തിരമാലകളെ ശാന്തമാക്കി. അവർ ഭയപ്പെട്ടപ്പോൾ ആശ്വാസവാക്കുകൾ അരുളി ചെയ്തു. കുരിശിനെ അവിടുന്ന് അഭിമുഖീകരിച്ചപ്പോൾ പിതാവിന്റെ പദ്ധതിയിൽ വിശ്വസിച്ചു. കൊടുങ്കാറ്റുകൾക്കിടയിൽ സമാധാനം കൊണ്ടുവരാൻ ഈശോയ്ക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും സമാധാനം സ്ഥാപിക്കാൻ അവിടുത്തേക്ക് കഴിയും. ദിവസവും ചില തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള ഉറപ്പും ശക്തിപ്പെടുത്താം. ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഭയത്തെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മെ കേൾക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. രണ്ടാമതായി, ദൈവവചനങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. അവിടുന്ന് എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന് ബൈബിൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, നമ്മുടെ ആശങ്കകൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ പദ്ധതികളാണ് നല്ലതെന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈശോയിൽ വിശ്വസിക്കാം. അവിടുത്തെ സ്നേഹം അചഞ്ചലമാണ്. അവിടുത്തെ പദ്ധതികൾ നന്മ നിറഞ്ഞതാണ്. അതെല്ലായ്പ്പോഴും നമുക്ക് സമാധാനം നൽകുന്നതാണ്. ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രചോദനത്തിനായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പാക്കുക. നന്ദി.